എവിടെയായിരുന്നു? എന്താ പറ. കുറച്ച് പൈസ അറിയാൻ പറ്റുമോ? 2 ദിവസം മുന്നേ നിനക്ക് ഞാൻ ക്യാഷ് അറേഞ്ച് ചെയ്തേ. അല്ല എന്താ ഇത്ര അത്യാവശ്യം? അയ്യോ നീയല്ലേ പറഞ്ഞു ഈ മെൻസുകളിലെ ആണുങ്ങൾ മൊത്തം സൂഹിക്കുവാണെന്ന്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിപ്പറ്റിക്കാൻ പെടാപ്പാടുന്ന ആണുങ്ങൾ ഈ ലോകത്ത് തന്നെ. ഒരാണായി പറഞ്ഞതിന്റെ പേരിൽ കുഞ്ഞുനാൾ മുതലൊക്കെ ഞങ്ങൾ തല്ലടിച്ചപ്പോൾ കുറച്ച് ഭാരങ്ങൾ, കുടുംബത്തിലെ കടങ്ങൾ മൊത്തം തീർക്കണം, അനിയന്മാർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, പെങ്ങന്മാരെ നല്ല വൃത്തിക്ക് കെട്ടിച്ചു വിടണം. ഇതിനൊക്കെ ഞങ്ങൾ പഠിച്ചോ ഇല്ലയോ എന്നങ്ങ് ആരും തിരക്കാറില്ല. ഞങ്ങളുടെ ജീവിതം തന്നെ ജീവിക്കാൻ മറന്നു പോവാണ്. എന്തിനേർപ്പെടണം, എന്തോരം ഫ്രണ്ട്സുള്ള ആരാണെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ അമ്മക്കൊന്ന് വിളിക്കുകയോ മെസ്സേജ് അയച്ചാൽ തിരിഞ്ഞു പോലും നോക്കാറില്ല. ബിക്കോസ് ഞാൻ കടം ചോദിച്ചാലോ എന്നുള്ളൊരു പേടിയാവും. 12 വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാണ്. നിനക്കറിയാലോ, ഞാൻ ഇപ്പോഴും കഴിയുന്നത് ബസ് സ്പേസിലാണ്. എനിക്ക് മാറാൻ കഴിയാഞ്ഞിട്ടല്ല, ബാക്കിയുള്ള ഒരു ആവശ്യം നിറവേറ്റി ഞാൻ എൻ്റെ ജീവിതം ജീവിക്കാൻ മറക്കുവാണ്. ഇത്രയും ചെയ്തു കൊടുത്താലും ഇടയ്ക്ക് ഒരു സമാധാനത്തിൽ ഞാൻ നാട്ടിൽ പോകും. ഒരു 10 ദിവസം. ആ 10 ദിവസം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാതാകുമ്പോൾ വീട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഇത്രയും നാൾ ഉണ്ടാക്കിയ പൈസ നീ എന്ത് ചെയ്തു? എടാ, നിങ്ങൾ ഗേൾസ് മാത്രമല്ല, ഞങ്ങൾ ആണുങ്ങളും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഈ സൊസൈറ്റിയിൽ അത് ഞങ്ങൾ കടമയാണ്. എടാ, ഞാൻ നിങ്ങളെ ആണുങ്ങളെ കുറ്റം പറഞ്ഞതല്ല. നീ ഈ പറഞ്ഞ പോലെ സൊസൈറ്റി നമുക്ക് എല്ലാവർക്കും ഇന്നത് ചെയ്യണം ചെയ്യരുത് എന്നൊരു നിയമം വെച്ചിട്ടുണ്ട്. നമ്മൾ കൊടുക്കുന്നവരെന്നും കൊടുത്തോണ്ടിരിക്കണം, നിന്നെ എന്നെയും പോലെ. ഇൻ കേസ് നമ്മളത് കൊടുക്കാതെ നമ്മൾക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒന്ന് ജീവിച്ചാലോ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാവും. അതുകൊണ്ട് ഞാനിത് ജെൻഡർലി പറയും, ആണെന്നോ പെണ്ണെന്നോ ഇല്ല. കുറച്ച് നമ്മൾക്കൊക്കെ വേണ്ടി നമ്മൾ ജീവിക്കുക. എന്തിനാ എപ്പോഴും ബാക്കി സൊസൈറ്റി പറയുന്ന പോലെ ബാക്കിയുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നത്? പൈസ ഞാൻ ഒപ്പിച്ചു തരാം, വാ.